കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ കോട്ടയം ജില്ലയിലെ വൈക്കം പ്രാതസ്മരണീയമായ സ്ഥാനം തന്നെ വഹിക്കുന്നു. അതുപോലെ തന്നെ വൈക്കം കായലിന്റെ തീരദേശങ്ങൾക്കും സംസ്ഥാനത്തിന്റെ കാർഷിക പുരോഗതിയിൽ നിർണായകമായ പങ്കുണ്ട്. പ്രധാന നീർത്തമായ വെമ്പരട്ട് കായലിൽ നിന്ന് മീൻ പിടിച്ചും കായലോരത്ത് വിവിധ കാർഷിക വിളകൾ പരിപാലിച്ചും പോന്ന ഒട്ടേറെ പരമ്പരാഗത കർഷകർ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് വൈക്കം. എന്നാൽ സാമൂഹിക ഗതിയിൽ വന്ന മാറ്റം വൈക്കത്തെയും സ്വാധീനിക്കാതിരുന്നില്ല. പല കർഷകരും കാർഷിക വൃത്തിയിൽ നിന്ന് പിന്മാറുന്നതും അവരുൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പച്ചക്കറികൾക്കും മറ്റും കമ്പോളത്തെ ആശ്രയിക്കുന്നതുമായ കാഴ്ചയ്ക്കും വൈക്കം സാക്ഷ്യം നിന്നു. കാലഭേദങ്ങൾ തുടരുകയായിരുന്നു. വൈക്കം കായലിലൂടെ ഓളങ്ങൾ ഒരുപാട് ഒഴുകിയകന്നു. വൈക്കത്തഷ്ടമിക്ക് പലകുറി കൊടിയേറി. വിഷമയമാർന്ന പച്ചക്കറികൾ വാങ്ങേണ്ടി വരുന്ന കമ്പോള സംസ്കാരത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയ്ക്കും പട്ടണം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. വൈക്കം TV പുരത്തെ കാർഷിക പാരമ്പര്യമൊന്നുമില്ലാത്ത പരുവയ്ക്കൽ വീട്ടിലെ PP പ്രേംലാൽ എന്ന ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ചെറുപ്പക്കാരൻ തന്റെ പ്രിയ സുഹൃത്തിന്റെ ആകസ്മികമായ മരണം ആഹാര രീതിയിലൂടെ ഉടലെടുത്ത ക്യാൻസർ രോഗം മൂലമായിരുന്നു എന്നറിഞ്ഞതോടെ വിഷമയമില്ലാത്ത ആഹാരം ജീവിതശൈലിയാക്കി മാറ്റുന്ന ഒരു സമൂഹത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വൈക്കം നഗരത്തിലെ ഓരോ കുടുംബത്തെയും ജൈവ കാർഷിക മുറ്റത്തേക്ക് എത്തിക്കുക എന്ന പ്രേംലാലിന്റെ ആശയത്തോട് സുഹൃത്തുക്കളും കൂട്ടുചേർന്നതോടെ ആ പുത്തൻ കാർഷിക സംസ്കാര യത്നത്തിന് നാന്ദിയായി. ജൈവ കാർഷിക രംഗത്തെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമായി കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രവും മണ്ണും വിളയും ചേരുന്ന കാർഷിക ബന്ധത്തിന്റെ വഴികൾ തെളിച്ചുകൊണ്ട് കേരള കാർഷിക സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ NK ശശിധരനും ആരോഗ്യ സംരക്ഷണ തലങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV സുരേഷും പ്രേംലാൽ സംഘത്തിന്റെ മുന്നണിയിലേക്കെത്തവേ ആ ജൈവ കർഷക കൂട്ടായ്മയിലെ പ്രത്യാശയുടെ പ്രഭയ്ക്ക് ശോഭയേറുകയായിരുന്നു. ജൈവ കർഷക അംഗം കൂടിയായ മുരളീധരൻ വൈക്കം ടൗണിൽ പ്രവർത്തനരഹിതമായി കിടന്ന തന്റെ സിനിമാ തിയേറ്റർ കർഷക സംഘത്തിന് ഒത്തുകൂടുന്നതിനും ഓഫീസ് പ്രവർത്തനങ്ങൾക്കുമായി സൗജന്യമായി തന്നെ വിട്ടുകൊടുത്തു. പ്രേംലാലും സംഘവും അവരുടെ ഒരുമയ്ക്ക് വിഷമകന്നത് എന്നർത്ഥം വരുന്ന അനാമയ എന്ന പേര് നൽകി. അങ്ങനെ അനാമയ ഓർഗാനിക് സെന്റർ അതിന്റെ സജീവ പ്രവർത്തന പഥത്തിലേക്ക് കടന്നു. നാട്ടില് ഒരു മരണമാണ് ശരിക്കും എന്നെ ഈ ജൈവ കൃഷിയിലേക്ക് എത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അത് ക്യാൻസർ വന്ന് മരിച്ചപ്പോൾ ആഹാരമാണ് ഔഷധം, കഴിക്കേണ്ടത് മരുന്നല്ല, കഴിക്കേണ്ടത് നല്ല ആഹാരമാണ്. നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിലൂടെ പകരുന്ന ഒരു പരിധിയുള്ള മാരക രോഗങ്ങളെ നമുക്ക് തടയാമെന്ന് മനസ്സിലാക്കി. അതിൽ ഏറ്റവും നല്ല വഴി ജൈവ കൃഷിയാണെന്ന് ഒരു തിരിച്ചറിവിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ജൈവ കൃഷി ആരംഭിച്ചു. കൃഷിയിൽ ഇതിനു മുമ്പ് മുൻപരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കൃഷി വലിയ വിജയമൊന്നും ആയിരുന്നില്ല. എങ്കിലും തുടർ യാത്രകളും ധാരാളം കർഷകരുമായിട്ടുള്ള ധാരാളം അനുഭവസമ്പത്തുള്ള കർഷകരുമായിട്ടുള്ള സംവാദങ്ങളും അവരുടെ തോട്ടത്തിൽ പോയി താമസിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും അത് പഠിക്കുകയും ഒക്കെ ചെയ്ത കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നിലനിന്ന് പോകാവുന്ന ജൈവ കൃഷി സസ്റ്റൈനബിൾ ഓർഗാനിക് ഫാർമർ എന്നൊരു രീതിയിലേക്ക് ഉയരാനായിട്ട് ദൈവം സഹായിച്ച് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദേശം ഞങ്ങൾ മാത്രമല്ല വൈക്കം പ്രദേശത്തെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അനാമയ എന്ന ഞങ്ങളുടെ ഓർഗാനിക് ക്ലബ്ബ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സംഘാംഗങ്ങളുടെ ശ്രമഫലമായി കുറേ ആളുകൾ ശനിയാഴ്ച തോറും തിയേറ്ററിൽ സംഘടിപ്പിച്ചു പോന്ന ജൈവ കൃഷി ബോധവൽക്കരണ ക്ലാസുകളിലേക്ക് എത്തിത്തുടങ്ങി. ഓരോ ശനിയാഴ്ച പിന്നിടുമ്പോഴും കാർഷിക പഠിതാക്കളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഇന്ന് വൈക്കം പട്ടണത്തിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 1000-ലേറെ വരുന്ന കുടുംബാംഗങ്ങൾ അനാമയ ജൈവ കാർഷിക കേന്ദ്രത്തിൽ അംഗങ്ങളായി പൂർണ്ണ ജൈവ പച്ചക്കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു.
എല്ലാവർക്കും ആവശ്യമായ പച്ചക്കറികൾ ഏതാണ്ട് 1.5 കിലോളം വരുന്ന ദൈനംദിനം ആവശ്യമായിരുന്ന പച്ചക്കറികൾ പരിപൂർണമായിട്ടും ജൈവ രീതിയിൽ ഉൽപ്പാദിക്കാനുള്ള ഒരു സന്ദേശമാണ് അനാമയിൽ നിന്നിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കൃഷിയിടം ഈ ഓർഗാനിക് സെൻറ്റർ സന്ദർശിക്കുന്നവർക്കെല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പരിപൂർണമായിട്ട് അവരവരുടെ വീട്ടുവളപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻപുട്ടുകൾ, അതുപോലെ തന്നെ അതിനുള്ള സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് തുടർന്നുണ്ടാകുന്ന എല്ലാവിധ സാങ്കേതിക പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം കാണാം, സാങ്കേതിക ജൈവ രീതികളിൽ എങ്ങനെ പരിഹാരം കാണാമെന്നുള്ള ഒരു ഫോളോ അപ്പ് ആക്ഷൻ കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് ജൈവികമായിട്ടും പച്ചക്കറി കൃഷി നടത്തുന്നതിനുള്ള സാങ്കേതിക ജ്ഞാനം അംഗങ്ങൾക്കും അംഗങ്ങളിലൂടെ മറ്റു ജനങ്ങൾക്കും പകർന്നു കൊടുക്കുക എന്നുള്ള വലിയൊരു സാമൂഹ്യ സേവനമാണ് ആ സംഘടന ചെയ്യുന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സാങ്കേതിക ജ്ഞാനം നൽകുന്നത് ഞങ്ങളാണ്. അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് നൽകുന്നത്. അനാമയ വഴിയായിട്ട് ഞങ്ങളുടെ സാങ്കേതിക ജ്ഞാനം കർഷകരിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ അവരുടെ സേവനം ഉപയോഗിക്കാറുണ്ട്. ആഹാരമാണ് ഔഷധം. പച്ചക്കറിക്കായി കടയിലേക്കല്ല പോകേണ്ടത്, അവനവൻ്റെ തൊടിയിലേക്കാണ് ഇറങ്ങേണ്ടത്. ഇതായിരുന്നു പ്രേംലാൽ എന്ന ഈ യുവ കർഷക സാരഥിയുടെ ഹൃദയധ്വനിയായ മുദ്രാവാക്യം. ധാരാളം ക്ലാസ്സുകൾ നമ്മൾ അനാമ ഇതിന് ഭാഗമായിട്ട് കൊടുത്തു വരുന്നു. വീട്ടിൽ പച്ചക്കറിയിലേക്ക് പോവേണ്ടത് വിഷമുള്ള പച്ചക്കറി വാങ്ങിക്കാൻ കടയിലേക്കല്ല, ഇറങ്ങേണ്ട തൊടിയിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറമ്പിലുള്ള ചൊറിയനവും ചേനയും അങ്ങനെ നമ്മൾ പാൽ കളയെന്ന് കരുതുന്ന അങ്ങനെയുള്ള ഇലകൾ ഉപയോഗിച്ച് കറി വെക്കാനായിട്ട് ഇലയറി ഉത്സവം സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഇനിയും മുന്നോട്ട് ഒരുപാട് പ്രവൃത്തികളിലൂടെ സമൂഹത്തിന് സന്ദേശം കൊടുത്ത്, നല്ല സന്ദേശം കൊടുത്ത്, നല്ലൊരു സംസ്കാരം വളർത്തിയെടുത്ത് ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന പോലെ നല്ലൊരു സംസ്കാരം ഞങ്ങളുടെ ഈ വൈക്കം പ്രദേശത്ത് ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ 1 വർഷമാകുന്നു അനാമയ വന്നിട്ട്. 1000-ഓളം കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾക്ക് നല്ലൊരു സന്ദേശം കൊടുക്കാൻ സാധിച്ചു. 500-ഓളം പാവപ്പെട്ട ആൾക്കാർക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ ഞങ്ങൾ ക്ലബ്ബങ്ങളുടെ വീട്ടിൽ വിളയിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുവഴി ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു ജീവിത വ്രതം പോലെ പ്രേംലാൽ വൈക്കം നഗരിയിലുള്ള തന്റെ സംഘാംഗങ്ങളുടെ കൃഷിയിടങ്ങൾ സന്ദർശിക്കാനായി മാത്രം ഓരോ ദിനവും ചെലവഴിക്കുന്നു. അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി ഈ യുവാവിന്റെ ജൈവ കാർഷിക യാത്രകൾ നിറവണിയുന്നു. അതിനോടൊപ്പം വൈക്കം കൃഷിഭവനും കൂടെയെത്തി. വൈക്കം നിവാസികൾക്ക് വിഷമയമല്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതിനുള്ള ബൃഹത്തായ പരിപാടികളിലേക്ക് ശ്രീ പ്രേംലാലിൻ്റെ നേതൃത്വത്തിലുള്ള അനാമയ എന്ന ക്ലബ്ബ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അതിനുള്ള കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുള്ള പൂർണ്ണ സഹകരണവും ഞങ്ങൾ നൽകുന്നുണ്ട്. വൈക്കം ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള അനാമയ ജൈവ കാർഷിക കുടുംബങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും അടുക്കളത്തോട്ടത്തിലൂടെയും മട്ടുപ്പാവ് കൃഷിയിലൂടെയും ഈ പദ്ധതി നടപ്പാക്കി പോരുമ്പോൾ ജൈവ കൃഷിയുടെ സത്ഫലം എന്തെന്ന സന്ദേശം ഒരു സമൂഹത്തിലേക്ക് പടരുകയായിരുന്നു. ഞാനിവിടെ അനാമികയുടെ ഒരു സ്ഥാപനം നടക്കുന്നുവെന്ന് എന്നെ അറിയിച്ചതനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ക്ലാസ് എടുത്ത് അറിയിച്ചതനുസരിച്ച് എൻ്റെ വാർഡിൽ 100ഓളം കുടുംബക്കാർക്ക് ഞാൻ ഈ പച്ചക്കറി കൃഷിയുടെ ചെടികൾ കൊടുക്കുകയും ആ ചെടികളിൽ നിന്ന് അവർ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കി വിളവുകൾ ധാരാളമായി എടുക്കുകയും ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ ചെടികൾ നടുകയും പച്ചക്കറി ചെടികൾ നടുകയും അതിൽ നിന്നും വിളവുകൾ എടുക്കുകയും അതിൽ നിന്നും ആദായം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം റിട്ടയർമെൻറ്റ് ലൈഫ് കുറച്ചും സന്തോഷകരമാക്കുവാൻ വേണ്ടി നമ്മുടെ അനാമിയ ജൈവ കൃഷി അവരുടെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്നൊരു കൃഷിയാണത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എങ്കിൽ കൂടിയും ഈ ഓൾഡ് ഏജിൽ കൂടുതൽ സന്തോഷവും നല്ല ജൈവ പച്ചക്കറി കഴിക്കാനുള്ള ഒരു
സാധ്യതയും വന്നപ്പോൾ അനാമിയക്കാരെ കണ്ടു, അവരെ സപ്പോർട്ടോടുകൂടിയാണ് ഇത് ചെയ്തത്. അനാമയ ജൈവ കാർഷിക കേന്ദ്രം ജൈവ കർഷക അംഗങ്ങളുടെ സഹായത്തിനായി ഒരു കർഷക സേവാ വിഭാഗവും തങ്ങളുടെ മുഖ്യ കേന്ദ്രത്തിൽ തുറന്നു. ജൈവ കാർഷിക രീതികളെ പറ്റിയുള്ള സമഗ്രമായ ബോധനം, സംശയ നിവാരണം, പച്ചക്കറി വിത്തുകൾ, തൈകൾ, ജൈവ വളങ്ങൾ, ജൈവ കീടനാശിനികൾ, ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ട വളക്കൂട്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ സേവാ കേന്ദ്രത്തിൽ നിന്നും കർഷകർക്ക് ലഭിക്കുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടേഴ്സുണ്ട്, കോൺട്രാക്ടേഴ്സുണ്ട്, അങ്ങനെ പല മേഖലയുള്ളവർ ഞങ്ങളോടൊപ്പം കൂടുകയും എല്ലാവരും ചേർന്ന്, പ്രത്യേകിച്ച് കരാറൊന്നുമില്ല, വിഷമില്ലാത്ത പച്ചക്കറി എല്ലാവരുടെയും വീട്ടിൽ, അതിനകത്ത് ലാഭിച്ചൊന്നും ഒരു പ്രോഫിറ്റ് മോട്ടായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 1060ഓളം കുടുംബങ്ങൾ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ മാത്രം ഇപ്പോൾ അനാമയ്ക്കുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമുക്ക് എല്ലാ വാർഡുകളിലും, മുനിസിപ്പൽ വാർഡുകളിലും ഓരോ മുനിസിപ്പൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഈ കോർഡിനേറ്റേഴ്സ് അതാത് വാർഡിലെ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു, മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അനാമയ അവർക്കൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു കർഷക സേവാ കേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പശു ഇല്ലാത്തവർക്ക് നാടൻ പശുവിൻ്റെ ചാണകം, നാടൻ പശുവിൻ്റെ ഗോമൂത്രം, ജീവാമൃതം, അങ്ങനെ ജൈവകൃഷിക്ക് ആവശ്യമായ എല്ലാ സങ്കേതങ്ങളും ഒരു കുടക്കീഴിൽ ഇന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അനാമയ ജൈവ കാർഷിക കേന്ദ്രത്തിന് നേതൃത്വമേകുന്ന പ്രേംലാലിന്റെ കൃഷിയിടത്തിലേക്ക് വരാം. കൃഷിയിടവും കൃഷിയുമില്ലാതിരുന്ന പ്രേംലാൽ തന്റെ സുഹൃത്തിന്റെ തരിശായി കിടന്ന 2.5 ഏക്കർ ഭൂമി വെട്ടിത്തെളിച്ച് മണ്ണൊരുക്കി ഒരു സമ്മിശ്ര കൃഷി രീതി അവലംബിക്കുകയായിരുന്നു. വിവിധ ഇനം വാഴകളുടെ കൃഷിയാണ് പ്രേംലാൽ ആദ്യം തുടങ്ങിയത്. തുടർന്ന് പച്ചക്കറി ഇനങ്ങൾ തൊടിയിൽ നിരയിട്ടു. സൂര്യപ്രകാശത്തെ ക്രമീകരിച്ച് വിളകേകി കളകളെ നശിപ്പിക്കാതെ നിയന്ത്രിച്ച് കീടങ്ങളെ കൊല്ലാതെ അവയെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ജൈവ കാർഷിക രീതിയാണ് അനാമയ ആവിഷ്കരിച്ച് നടപ്പാക്കി പോരുന്നത്. തികച്ചും ജൈവിക രീതിയിൽ മാത്രമാണ് ഞാൻ കൃഷി അവലംബിച്ചിട്ടുള്ളത്. പാലേക്കറുടെ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൻ്റെ വെർഷൻസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിലെ കളകൾ നമ്മൾ നശിപ്പിക്കാറില്ല, പറമ്പിൽ നേരിട്ട് സൂര്യപ്രകാശം പതിപ്പിക്കാറില്ല. ജീവാമൃതവും ബീജാമൃതവും ഒക്കെ കൃത്യമായ അളവിൽ, കൃത്യമായ തോതിൽ നമ്മുടെ പറമ്പിൽ ഉപയോഗിക്കാറുണ്ട്. ജൈവ കീടനാശിനികൾ മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ കണ്ടെത്തുകയും അതുവേണ്ടി പഠിക്കുകയും അതൊക്കെ പരീക്ഷിച്ച് ഒരു പരിധിവരെ കീടങ്ങളെ നമുക്ക് അവിടെ നിന്ന് അകറ്റി നിർത്താനായിട്ട്, നമുക്ക് കൊല്ലുന്ന സ്വഭാവമില്ല കീടങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. നീരൊഴുക്കിന്റെ സാന്നിധ്യം ഏറെ ഉള്ളതിനാൽ പച്ചക്കറിക്കൊപ്പം മത്സ്യകൃഷിയും പ്രേംലാൽ ആരംഭിച്ചു. രോഹു, ഗ്രാസ് കാർപ്പ്, കട്ല, മൃഗാൾ, ഗിഫ്റ്റ് തിലോപ്പിയ, കാരി, വരാൽ തുടങ്ങിയ ഭക്ഷ്യ മത്സ്യ ഇനങ്ങളാണ് പ്രേംലാലിന്റെ മീൻകുളത്തിൽ വളരുന്നത്. മത്സ്യങ്ങൾക്ക് ജൈവാഹാരം മാത്രം നൽകുന്നു എന്ന പ്രത്യേകതയും ഇവിടുണ്ട്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട നാടൻ പശുക്കളെയും പ്രേംലാൽ ഇവിടെ പരിപാലിക്കുന്നു. വൈക്കം മുനിസിപ്പാലിറ്റിയിലെയും ഇതര പ്രദേശങ്ങളിലെയുമുള്ള 1600ഓളം കുടുംബങ്ങൾക്ക് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് ഒരു ബൃഹത്തായ ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾ കൊടുത്ത പച്ചക്കറി തൈകൾ ഭൂരിപക്ഷം വീടുകളിലും നന്നായി വളരുകയും അത് വിളവെടുക്കുകയും ചെയ്ത് അങ്ങനെ ആ വീടുകളിലൊക്കെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ, വിഷം തീണ്ടാത്ത അല്ലെങ്കിൽ വിഷം കലരാത്ത പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ അവർക്ക് സ്വന്തമായി മിച്ചമുള്ളത് അയൽവക്കത്തെ വീടുകളിലും കൂടുതലുള്ള സാധനങ്ങൾ വിറ്റ് കാശാക്കുന്നതിനുള്ള ഒരു സൗകര്യം
ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ആഘോഷങ്ങളോടനുബന്ധിച്ച് അനാമയ ജൈവ കാർഷിക കേന്ദ്രം ഇത്തവണ വൈക്കം ടൗണിൽ പൊതുജനങ്ങൾക്കായി ഒരു കാർഷിക പ്രദർശനം സംഘടിപ്പിച്ചു. ജൈവ കാർഷിക രീതി എങ്ങനെ നടപ്പാക്കണമെന്ന് വിളിച്ചോതുന്ന കൃഷി പാഠശാലയായി മാറുകയായിരുന്നു ഈ പ്രദർശനം. സമ്മിശ്ര കൃഷിരീതിയുടെ ഒരു മിനിയേച്ചർ രൂപം, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, ജൈവ വളങ്ങൾ, ജൈവ കുമിൾനാശിനികൾ തുടങ്ങിയവ പ്രദർശനത്തിൽ നിരയിട്ടു. ആഹാരമാണ് ഔഷധം എന്ന ഹൃദയ സന്ദേശവുമായി ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രേംലാലും കൂട്ടരും കാർഷിക കേരളത്തിന്റെ പ്രൗഢാഭിമാനമായി മാറുന്നു. വിഷവിമുക്തമായ പച്ചക്കറി വിളകൾ നിറഞ്ഞു വളരുന്ന ഹരിത കേരളത്തെ സ്വപ്നം കാണുന്ന ഇവർ ഇന്ന് വൈക്കം പട്ടണത്തിൽ 1000-ലേറെ കുടുംബങ്ങൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് എത്തിയപ്പോൾ അത് നാളെ ലക്ഷത്തിലേക്ക് എത്തുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ചെടികൾ എൻ്റെ മക്കളോട് ഒന്ന് സംബന്ധിച്ച് കഴിയുമ്പോൾ മനസ്സ് ഒരു 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 വെള്ള ബോർഡ് പോലെ തന്നെ ക്ലിയർ ആവുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, ഏത് മാർഗത്തിലായിക്കോട്ടെ, ഏത് പ്രൊഫഷനിലായിക്കോട്ടെ, കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും രാത്രി നിങ്ങൾ ഒരു ചെറിയ കാന്താരി തൈയെങ്കിലും വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ അലിയിച്ചു കളയാൻ ആ കാന്താരിയുടെ എരിവ്, ആ കാന്താരിയുടെ സാന്നിധ്യം തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്. അനാമയ ഓർഗാനിക് ക്ലബിന്റെ ക്യാൻസർ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ക്യാൻസർ എന്ന രോഗം നമ്മെ അലട്ടുന്ന ഒരു മാരകമായ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അനാമയ ജൈവ കാർഷിക സംഘ അംഗം കൂടിയായ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി തന്റെ അകക്കണ്ണിലൂടെ ജൈവ ഹരിത ശോഭ കണ്ട് ആനന്ദത്തോടെ പാടുകയാണ്. കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, കൈതോല പായ വിരിച്ച് ജൈവ കൃഷി വിത്തുമെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആ ഹേ ഓ ആ. ഈ ഗായികയുടെ കാർഷിക ഗീതം വൈക്കം കായലോളക്കരങ്ങൾ ഏറ്റുവാങ്ങി മലയാളക്കരെ ആകെ പരത്തട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. കൈതോല പായ വിരിച്ച് ജൈവ കൃഷി വിത്തുമെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, കൈതോല പായ വിരിച്ച് ജൈവ കൃഷി വിത്തുമെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ, പച്ചക്കറി കൃഷി ചെയ്യുന്നു നിന്റെ അമ്മാവന്മാരു പൊന്നേ. ആ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू
4 सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാപ്പി കർഷകർക്ക് ധനസഹായം. പച്ചക്കറി വിത്തുകൾ തപാലിൽ. കാർഷികോൽപ്പന്ന മൂല്യവർദ്ധനവിന് സഹായം. കാർഷിക ആവശ്യത്തിനുള്ള വലകൾ മത്സ്യഫെഡിൽ. വാർത്തകൾ വിശദമായി. 1/2 ഏക്കറിൽ കുറയാതെ കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ചെറുകിട യന്ത്രങ്ങൾ വാങ്ങാൻ കോഫി ബോർഡ് ധനസഹായം നൽകുന്നു. കാടുവെട്ടി കുഴിയെടുക്കൽ യന്ത്രം, അറക്കവാൾ ഷെയ്ഡ് ലോപ്പിംഗ് മെഷീൻ, സ്പ്രേയർ, ടില്ലർ എന്നിവയ്ക്കാണ് സഹായം. ട്രാക്ടർ, ടില്ലർ എന്നിവയ്ക്ക് പരമാവധി 2 ലക്ഷം വരെ ആനുകൂല്യം ലഭിക്കും. കൂടാതെ 10 മുതൽ 20 വരെ കർഷകരടങ്ങിയ ഗ്രൂപ്പുകൾക്ക് വയനാട് ചുണ്ടേൽ കാപ്പി ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0493 620 2300. നാളികേര വികസന ബോർഡിന്റെ ആലുവയിലുള്ള സാങ്കേതിക വികസന കേന്ദ്രം പിസ്ത, റോസ്, ചോക്ലേറ്റ് എന്നീ ഫ്ലേവറുകളിലുള്ള വെഗാൻ തേങ്ങാപ്പാലിന്റെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു. പരിശീലനത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ആലുവയിലെ CDB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484 267 9680. തിരുവനന്തപുരം തിരുമലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ 12 ഇനം പച്ചക്കറി വിത്തുകൾ തപാലിൽ ലഭ്യമാക്കുന്നു. ചീര, വെണ്ട, പയർ, മുളക്, ഉള്ളി, കാബേജ്, കോളിഫ്ലവർ, ഫ്രഞ്ച് ബീൻസ്, വഴുതന, കാരറ്റ്, തക്കാളി, ചുരക്ക എന്നീ വിത്തുകൾ അടങ്ങിയ കിറ്റ് 50 രൂപ നിരക്കിൽ ലഭ്യമാണ്. തപാൽ ചാർജ് പ്രത്യേകം വഹിക്കണം. പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471 235 6124. വൈക്കം അനാമയ ഓർഗാനിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷി പ്രോത്സാഹനത്തിന് അടുക്കളത്തോട്ട മത്സരം സംഘടിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ ഏറ്റവും നല്ല അടുക്കളത്തോട്ടം സജ്ജീകരിക്കുന്ന വൈക്കം താലൂക്കിലെ കർഷകരെയാണ് മത്സരത്തിന് പരിഗണിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 9447 869261. സുഗന്ധവ്യഞ്ജനങ്ങൾ ഒഴികെയുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധനവ് പ്രോത്സാഹിപ്പിക്കാൻ സഹായം നൽകുന്ന പദ്ധതി സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം നടപ്പാക്കുന്നു. ഇതിനായി 5 മുതൽ 50 ലക്ഷം വരെ ചെലവ് വരുന്ന പദ്ധതികൾ സമർപ്പിക്കാം. പദ്ധതിക്ക് ആവശ്യമായ കെട്ടിട നിർമ്മാണം, യന്ത്രസാമഗ്രി സ്ഥാപിക്കൽ എന്നിവയ്ക്ക് ചെലവാകുന്ന തുകയുടെ 25% അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇതിൽ ഏതാണോ കുറവ് ആ തുക SFAC സബ്സിഡിയായി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 232 2109. മറ്റൊരു നമ്പർ 0471 232 2113. പച്ചക്കറികൾ പടർത്തുന്നതിനും പശു, ആട്, മറ്റു മൃഗങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിളകളെ സംരക്ഷിക്കുന്നതിന് വേലികൾക്കും കോഴി വളർത്തൽ, മത്സ്യകൃഷി എന്നിവയ്ക്കും ആവശ്യമുള്ള വലകൾ നിർമ്മിക്കുന്നതിന് മത്സ്യഫെഡിന്റെ പ്രത്യേക വിഭാഗം പ്രവർത്തിക്കുന്നു. റംബൂട്ടാൻ, മുന്തിരി പോലുള്ള വിളകൾ പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വലകളും പോളി ഹൌസുകൾക്ക് ആവശ്യമുള്ള വലകളും ലഭ്യമാണ്. മത്സ്യക്കൂടുകൾ, കൃഷിഫാമുകൾ, മത്സ്യഫാമുകൾ എന്നിവയ്ക്കാവശ്യമായ പ്രത്യേക അളവിലും തരത്തിലുമുള്ള വലകൾ വേണ്ടവർ മുൻകൂട്ടി ഓർഡർ ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ മൊബൈൽ 9526041037. മറ്റൊരു നമ്പർ 9526041051. ലാൻഡ് ലൈൻ 0484 2394410. മറ്റൊരു നമ്പർ 0484 2391426. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 9100 രൂപ, കോഴിക്കോട് 9900 രൂപ, തൃശൂർ 9000 രൂപ. കൊപ്ര കൊച്ചി 6205 രൂപ, കോഴിക്കോട് 6350 രൂപ, തൃശൂർ 6230 രൂപ.
കുരുമുളക് അൺഗാർബിൾഡ് 63,100 രൂപ. കുരുമുളക് ഗാർബിൾഡ് 66,100 രൂപ. ചുക്ക് മീഡിയം 18,000 രൂപ. ചുക്ക് ബെസ്റ്റ് 19,500 രൂപ. മഞ്ഞൾ സേലം 11,100 രൂപ. മഞ്ഞൾ ഈറോഡ് 11,300 രൂപ. അടയ്ക്ക പഴയത് 25,000-നും 26,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 10,250 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 10,350 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 9,100 രൂപ. കൊപ്ര 6,205 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ. പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 63,100 രൂപ. കുരുമുളക് ഗാർബിൾഡ് 66,100 രൂപ. ചുക്ക് മീഡിയം 18,000 രൂപ. ചുക്ക് ബെസ്റ്റ് 19,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 20,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 230-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440-നും 460-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 790 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,000 രൂപ. റബ്ബർ RSS 4ാം ഗ്രേഡ് 10,250 രൂപ. ഒട്ടുപാൽ 6,300 രൂപ. ലാറ്റക്സ് 7,200 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന്റെ വിൽത്തകർച്ച കർഷകരിൽ ആശങ്ക പരത്തി. 3 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 1,700 രൂപയാണ് ഇടിഞ്ഞത്. ഹൈറേഞ്ച് വിളവെടുപ്പിനൊരുങ്ങുന്നതിനാൽ സ്റ്റോക്കിസ്റ്റുകൾ ചരക്ക് വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ്. 66,100 രൂപയിലാണ് ഗാർബിൾ കുരുമുളകിന്റെ വ്യാപാരം തുടങ്ങിയത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്കുയരുമെന്ന വിശ്വാസത്തിലാണ് കാർഷിക മേഖല. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം വർദ്ധിച്ചു. അതേസമയം മലബാർ മേഖലയിലും കൊച്ചിയിലും വെളിച്ചെണ്ണ കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം ടയർ നിർമ്മാതാക്കൾ റബ്ബർ മാർക്കറ്റിൽ സജീവമാകുന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. റബ്ബർ ടാപ്പിംഗ് രംഗവും തളർച്ചയിലാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.9, 23.5. കൊച്ചി 32.2, 25.4. ആലപ്പുഴ 35.4, 25. പുനലൂർ 33.5, 22. തിരുവനന്തപുരം 33.8, 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.